Hello guys, welcome back to another episode of our series. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബിൽഡാണ്. എന്ത് ബിൽഡാണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ നാളുകളായിട്ട് ഉള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂടാണ് നമ്മളിന്ന് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു വേൾഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മളങ്ങനെ അധികം മൈൻഡൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ പേര് പാവി എന്നാണ്. അപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ സവാന ബയോമെന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഈ ഒരു അർമാൻഡിലെ ഷെല്ലൊക്കെ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെല്ല് യൂസ് ചെയ്ത് നമ്മൾ കുറേ നമ്മുടെ ഈ ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് തയ്പ്പിച്ചെടുത്തായിരുന്നു. അപ്പോൾ അവനാണ്, അപ്പോൾ അത്രയും നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കൂട് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു വീട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി കുറേ ടൈമൊന്നും കളയാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ബിൽഡിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറേ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു വ്യക്തിക്ക് ചേരുന്ന മാച്ചിങ് ആയിട്ടുള്ളൊരു ബയോം നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ബ്ലോസത്തിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അർബാൻഡിലേക്ക് ഏകദേശം ഒരു പിങ്കി കളറാണ്. അപ്പോൾ അതിന് മാച്ചായിക്കൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മുടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് കുറേ സാധനങ്ങളുടെ ആവശ്യമുണ്ട്. നമുക്ക് കുറേ ഫെൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടായിട്ടുള്ളൊരു വീടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഴയൊക്കെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം മേൽക്കൂരയൊന്നും ഇല്ലാത്ത ചെറിയൊരു വീടാണ്. അപ്പം നമ്മുടെ ഫെൻസ് നമുക്ക് എടുത്തതിന് ശേഷം കുറച്ച് ഫെൻസും അതുപോലെ തന്നെ ഒരു ഫെൻസ് ഗേറ്റും കൂടെ എടുത്ത് വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ ഒരു ഒരേപോലെ കുറേ ചെറി ബ്ലോസംസ് നിൽക്കുന്നതിൻ്റെ കീഴിലായിട്ട് വല്ലതും പണിയാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് പണിയാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏകദേശം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളൊരു ബ്ലോക്ക് വെച്ചു. ദെൻ കുറേ ഫെൻസ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചു. ഇവിടെ വേണ്ട, ഇവിടെ നമുക്കിതങ്ങ് പൊട്ടിച്ചതിന് ശേഷം ഇവിടെ ഒരു ബ്ലോക്ക് അങ്ങോട്ട് വെക്കാം. കുറച്ച് ചെറിയത് മതി, കാരണം അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, സിംഗിളാണ്. ഓക്കെ, അപ്പം ഇതേപോലെ നമ്മൾ വെച്ചിട്ട് കൊടുക്കുവാണ്. ചെറിയൊരു കൂടായിട്ട് തന്നെ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ വീണ്ടും ഫെൻസ് എടുത്ത് ഇവിടെ ആയിട്ട് വെക്കുവാണ്. എന്നിട്ട് നമ്മളിതങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫെൻസ് ഗേറ്റ് വെച്ച് കൊടുക്കാം. ഗൈസ്, ഇവിടെ ഒരുത്ത് നമ്മൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. സോറി. അയ്യോ, ചത്തുപോയി ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തലോടി കൊടുത്തതായിരുന്നു ഗൈസ്. ചത്തുപോയി. ഓക്കെ, കുഴപ്പമില്ല. അവന് വേണ്ടി കരയാൻ ആരുമില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഫ്രണ്ടിൽ 2 സൈഡിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതേപോലെ 2 സ്റ്റെയർസും കൂടെ ഒപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അർമാൻഡിലേക്ക് സങ്കടം വരരുത്, ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാത്ത വീടാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറേ ഈ ഒരു പൂ ഉണ്ടല്ലോ, ഈ പൂ എടുത്തതിന് ശേഷം ഇതേപോലെ തറയിൽ കുറേ അങ്ങോട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പിങ്ക് കളർ അതിനകത്തും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചുമ്മ ചെയ്യുന്നതാണ്, അല്ലാതെ ഞാൻ വേണ്ടി ഭംഗിയൊന്നും നോക്കിയിട്ടല്ല ഒരു ബിൽഡ് പണിയുന്നത്. അപ്പം നമുക്കിനി നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ആ ഒരു അർമാനിൻ്റെ കുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത്രയും നാളൊരു ബോട്ടിനകത്ത് അനങ്ങാൻ പോലും കഴിയാതെ ആഹാരം പോലും ഇല്ലാതെയാണ് ഇവൻ ജീവിച്ചിരുന്നത്. അപ്പം അതിൽ നിന്നും ഒരു മേൽക്കൂരയില്ലാത്ത വീട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവന് ഈ ഒരു വീട് വെച്ച് കൊടുക്കുന്ന എൻ്റെ നല്ല മനസ്സിനെ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കയറ് കെട്ടി തലയെല്ലാം വെച്ചുകൊണ്ടാൻ പറ്റുമായിരുന്നു, നല്ലായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടി പോകുന്നുണ്ട്. ഇത് തന്നെ ഭയങ്കര അധികം ദേഷ്യം വരുന്നൊരു കാര്യമാണ്. കാരണം കഷ്ടപ്പെട്ട് വലിച്ചു കെട്ടിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും പൊട്ടി പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും കുറേ ടൈം എടുക്കുമെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അവനെ കൊണ്ടുപോകും. ഗൈസ്, ഇപ്പോൾ അവൻ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടല്ല നടന്നാണ് വരുന്നത് കേട്ടോ. അവനിങ്ങനെ കുഞ്ഞു കാലോടൊക്കെ ഇങ്ങനെ ആമയെക്കാട്ടിലും സ്പീഡ് കുറവാന്ന് തോന്നുന്നുണ്ട് ഇവന് കേട്ടോ. അപ്പം എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിനെ വലിച്ചുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാം ഗൈസ്. ഓക്കെ, ഇവനിങ്ങനെ കുഞ്ഞു കാലൊക്കെ കൊണ്ട് ചാടിക്കയറി വരാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും കുറേ ടൈം എടുത്ത് നമ്മൾ അവൻ്റെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വാ മോനെ, കയറി വാ. സ്വന്തം വീടാന്ന് കരുതിയാൽ മതി, ചേച്ചി പണിഞ്ഞാന്നൊന്നും ആലോചിക്കേണ്ട. വാ മോനെ, വാ. നീ അവിടെ വാതിക്ക് വന്ന് നിൽക്കുന്നു നോക്ക് ഗൈസ്. പൈസ എന്താ മോനെ, ഫ്രീ ആയിട്ട് ഞാൻ ചേച്ചി നിനക്ക് തരും.
കയറും അവനെ കയറും. അപ്പോൾ എന്തായാലും നമ്മൾ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇവന് ഒരു കയറും കഴിച്ചു വിട്ടേക്കാം. പിന്നെ ഇവനൊരു കൂട്ടുകാരനോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ഇവൻ സിഗ്മയാണ്. അപ്പോൾ ഇവന് ആരോടും മിണ്ടുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, ഇവൻ ഇൻട്രോവേർട്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഇവന് ഇതാണ് ഹാപ്പി ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വീട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ മോനെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? സോറി മോനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അഹങ്കാരം കാണിച്ചേ. വീട്ടിൽ കൊണ്ടുവന്നൊരു തല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങ് പെട്ടിയായിപ്പോയി. സാരമില്ല, അവൻ സഹിച്ചോളും. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ ഈ ഒരു ഉള്ളൊരു സ്ഥലത്തേക്ക് പോവാം. അതായത് ഫസ്റ്റ് നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്. പിന്നെയാണ് ഞാൻ അപ്പുറത്തെ ആ ലാൻഡിലോട്ടൊക്കെ പോയത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വില്ലേജ് ബ്രീഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇതിനകത്തൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ദാ ഗൈസ്, ഇതിനകത്ത് 3 ചെറു പൈങ്കിളികൾ കിടാക്കളുണ്ട്. പൈങ്കിളികളല്ല, കിടാക്കൾ. ആൻഡ് നമുക്ക് ഇവർക്ക് കുറേ നെൽക്കതിരുകൾ പറക്കി എറിഞ്ഞു കൊടുക്കാം ഗൈസൊക്കെ. അപ്പോൾ ഞാൻ കുറേ ചേച്ചി കുറേ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. മൈൻഡ് ചെയ്യാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആവശ്യമായിട്ടുള്ള അനാവശ്യത്തിനൊക്കെ ഉള്ള കുറേ നെൽക്കതിരുകൾ പറക്കി എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരുത്തനാണെങ്കിൽ വലുതായി ഗൈസ്, അവനാണ് ടീനേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ച് വല്ല കാശുണ്ടാക്കി വീട് വെക്കാൻ നോക്കുമ്പോൾ ഞാൻ പണിഞ്ഞ് തരത്തൊന്നുമില്ല, ഞാൻ അത്ര റിച്ച് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ പണിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വില്ലേജ് ബ്രീഡർ ജസ്റ്റ് ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ നോക്കും. നമ്മൾ വില്ലേജേഴ്സിന് ആവശ്യമുള്ളപ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതായത് ഇവിടെ ഒരു പൂച്ചയും കാര്യങ്ങളൊക്കെ സ്പോൺ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കുഴി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ അയൺ ഫാമും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ അതൊക്കെ വർക്കാകാതെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്നൊക്കെ മാറിയത്. അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു, സൗണ്ടൊന്നും കേൾക്കാനില്ല. എന്തായാലും അവൻ പെട്ടിയിട്ട് ഉറക്കമായിരുന്നു തോന്നുന്നു ഗൈസ്. കിടന്നു കുഴപ്പമില്ല, ചേച്ചി പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ബെഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് എൻഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 40-50 എപ്പിസോഡൊക്കെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ബിൽഡ് ഐഡിയാസൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു സീരീസ് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്ത് നമുക്ക് മൈൻക്രാഫ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്താ ലൈക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും സേ ഗുഡ് ബൈ.